വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. കണ്ണാ ഗുരുവായൂരപ്പ, കൃഷ്ണ രക്ഷിക്കണേ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എപ്പോഴും കിട്ടുമാറാകട്ടെ. ഭഗവാന്റെ പൂജാതിവിധികളിൽ, ഭഗവാന്റെ ലീലാവിലാസങ്ങളിൽ, ഭഗവാന്റെ പ്രവർത്തികളിൽ, ഭഗവാന്റെ അനുഗ്രഹത്തിൽ എല്ലാം ഗുരുവായൂരപ്പൻ കണ്ണൻ എപ്പോഴും വ്യത്യസ്തനാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് തരുന്നത്, ആർക്ക് എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷനാവുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യനിവാരണം നടത്തി കൊടുക്കുന്നത്, എങ്ങനെയാണ് കാര്യസാധ്യം നേടുന്നത് എന്ന് തുടങ്ങിയിട്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലെ പൂജാതി കർമ്മങ്ങൾക്കും അതിൻ്റേതായ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ തിരുമുൻപിൽ അരങ്ങേറുന്നത്. അതിലൊന്ന്, ഭഗവാന് വൃത്തിയാക്കുന്നത് വാഗചൂർണം വെച്ചിട്ടാണ്. നെന്മേനി വാഗചൂർണം ഇട്ട് ആണ് ഭഗവാനെ കുളിപ്പിക്കുന്നത്. വാഗചൂർണം വളരെ നൈസായിരിക്കും, നമുക്കറിയാം. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് വാഗചൂർണം. ശുദ്ധമായ വാഗചൂർണം ഇട്ടിട്ടാണ് ഭഗവാന്റെ തിരുമേനി കഴുകുന്നത്, ഭഗവാനെ കുളിപ്പിക്കുന്നത്. അതിനുശേഷം ആ ചൂർണം തേച്ച് കളയാനായിട്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ, സാധാരണ ബിംബങ്ങളിലാണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ സാധനങ്ങളാണ്. അത് ഒന്നും, ആ വക സാധനങ്ങളൊന്നും നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത് തൊടിയിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത് വാഗചൂർണം കഴുകിക്കളയുന്നത് പന്നിയുടെ രോമം കൊണ്ട് ഉണ്ടാക്കിയ, നമുക്ക് അതിന് ഒരു ബ്രഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ പന്നിരോമം കെട്ടി ഉണ്ടാക്കിയെടുത്ത ഇതുകൊണ്ടാണ് ഭഗവാനെ വീണ്ടും ആ വാഗച്ചാർത്ത് കഴിഞ്ഞ് അതെല്ലാം മാറ്റി കളയുന്നത്, അതിൻ്റെ വൃത്തീകരണത്തിന്. ആളുകൾ ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ വളരെ അതിശയപ്പെട്ട ഒരു കാര്യമായിട്ട് ഭക്തജനങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഭഗവാന് പന്നിയുടെ രോമങ്ങൾ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മൃദുവായിട്ടാണ് ഭഗവാനെ കുളിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഭഗവാനെ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഭഗവാൻ വളരെ വ്യത്യസ്തനല്ലേ. അതുകൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെയാണ് ഭഗവാനെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഓരോ ഭക്തനും ഇതെല്ലാം ഭഗവാന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കണം. ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.